അസുഖത്തെ പറ്റി അറിയാനുള്ള താല്പര്യം. എൻ്റെ പൊന്നെ, ഇപ്പം നിങ്ങൾ ഇത്രയും നേരം എന്നോട് സംസാരിക്കുന്നു, ആ ഞാൻ ഇൻ്റർവ്യൂ തരുന്നു, ആ എൻ്റെ ശരീരഭാഷ നോക്കുക, ആ ശബ്ദം നോക്കുക, ആ ഇത് കഴിഞ്ഞ് ഞാൻ അനാരോഗ്യമെന്ന് നിങ്ങൾ ഭ്രാന്തനാണ്. അപ്പോൾ കേൾക്കൂ, ചില ചടങ്ങിലൊക്കെ പോയി ഉം, ഇതേപോലെ സംസാരിക്കും. ഉം, എന്നെ ചാർജ് ചെയ്യുന്ന ഒരു സാധനം എന്താണ്? ക്രൗഡ്. ഉം. കയ്യടികൾ, കൈയടിയല്ല, ക്രൗഡ്. ജസ്റ്റ് ക്രൗഡ്. അവരുടെ നോട്ടം മതി. ഓക്കെ. ആ നോട്ടത്തിന് നമ്മൾ ചാർജ് ആവും. അത് ചാർജ് ആകാത്തവൻ കൈ ചടക്കില്ലാത്തവനാണ്. അവനെ ഒരു ഉടുപ്പിട്ട് മാത്രം കൊണ്ടിരുത്തിയിരിക്കും. നമ്മളതല്ല. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ മൗനം പാലിക്കണം എന്നുള്ളത് നമുക്കറിയാം. സഭാമര്യാദ. സഭാമര്യാദ. അപ്പോൾ വന്നിരുന്നു. അപ്പം നമ്മൾ അറിയാതെ ഞാൻ വീണു പോകും. എന്നോടൊരു കാര്യം സംസാരിക്കരുതെന്ന് പറയരുത്. ഞാൻ സംസാരിക്കും. സംസാരിച്ചാൽ നിർബന്ധമായിട്ടും ഐ വിൽ സ്റ്റീൽ ദ ഷോ. അത് ഞാൻ ശ്രമിക്കേണ്ട. ചിലപ്പോൾ തുമ്മിയാൽ മതി, ആൾക്കാർ ഇരിക്കും, എന്ത് ചെയ്യാൻ പറ്റും, പോട്ടെ. അത് കഴിഞ്ഞപ്പം എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ എനിക്ക് ഹാപ്പിയായി. 15 മിനിറ്റ് സംസാരിച്ചു. ഇപ്പോഴത്തെ ഈ ഇൻ്റർവ്യൂ പോലെ ആൾക്കാരെല്ലാം കൈയടിച്ചു. എല്ലാവരുടെ മുഖം കാണുമ്പോൾ അറിയാം അവരിങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു എൻ്റർടൈൻമെൻറ്റ്. അവർക്കൊരു കൊമേഡിയനെ വേണം കിട്ടി. അതാണ് ഞാൻ കാണുന്നത്. ഇറങ്ങാൻ നേരത്ത് ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ അടുത്ത കാലത്ത് സുഖമില്ലാന്ന് കേട്ടു എന്ന് പറഞ്ഞോട്ടെ കഥയത്. ഇറങ്ങാൻ നേരത്ത് ഒരു 3 സംഘാടകം പുറകെ വരും എന്നെ യാത്ര അയക്കാൻ. അപ്പം ഞാൻ മുമ്പിൽ പോകും, ഇയാൾ പറയും വരും, തള്ളി വരും. അതിനെ കാറി കയറ്റി വിടാനാ ആതിഥ്യ മര്യാദ. അപ്പം നമ്മളൊന്നും ശ്രദ്ധിക്കുന്നത് ചെന്ന് കാറിൻ്റെ ഡോറ് തുറന്ന് എന്നെ അകത്തേക്ക് ഇരുത്തിയിട്ട് ഈ 4 ഒരുത്തൻ കാണും. അവനെ പറ്റി പറയാനുള്ളത്, സാർ ഇപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലോ, എന്താ കുഴപ്പം? എന്താ അതിൻ്റെ അർത്ഥം ആ ചോദ്യത്തിൻ്റെ? അടുത്ത ചോദ്യം, ആരോഗ്യം എങ്ങനെയുണ്ട്? ഇല്ല, 5 കിലോ തരൂ. ചുമ്മാ ഇത് അത് പല കൊടുക്കും ഞാൻ നല്ല ടൈംസ്. അത് കൊടുത്തില്ലെങ്കിൽ എനിക്ക് സ്വസ്ഥത കിട്ടത്തില്ല. എന്തിനാ ക്യൂരിയോസിറ്റി? അസുഖമൊന്നും വന്നില്ലേ മനുഷ്യൻ മരിക്കില്ലേ? കൽപ്പാന്ത കാലത്തോളം ജീവിക്കില്ലല്ലോ. അപ്പോൾ ഇവനൊന്നും വേറെ പണിയില്ല. 3 നേരം ഭക്ഷണം കഴിക്കുക, പരദോഷം പറയുക. അതൊരു നല്ല ലോബിയുണ്ട് ഇപ്പോൾ. സാറിന്റെ സുഖ വിവരം അറിയാൻ ആഗ്രഹിക്കുന്ന നന്മയുള്ള മനുഷ്യരുണ്ടാവില്ലേ? ആദ്യം അവൻ അച്ഛൻ്റെ അമ്മയുടെയും ഭാര്യയുടെ കാര്യം നോക്കട്ടെ. അവൻ്റെ വീട്ടിൽ പോയാൽ കാണാം അച്ഛൻ സ്ട്രോക്ക് അടിച്ച് കിടക്കുന്നത്, ഭാര്യയ്ക്ക് വട്ടുപിടിച്ച് കിടക്കുന്നത്, എല്ലാം ആ വീട്ടിൽ പോയാലേ കാണത്തുള്ളൂ. വെറുതെ പറയുന്നത്. അവനാണ് ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ്റെ പോക്കറ്റിൽ 5 പൈസയും കാണത്തില്ല. അല്ല, എനിക്ക് കുഴപ്പമുണ്ട്, ഒരു നാരങ്ങ കൊട്ടായിട്ടേ കൊള്ളാം, പിന്നെ കാണൂല. ഒരുപക്ഷെ സാർ എൻ്റർടൈൻ ചെയ്യാൻ പോകുന്ന 5ാമത്തെ ജനറേഷൻ്റെ അടുത്തായിരിക്കും പ്രതിച്ഛായ ഇനി റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെ അതുകൊണ്ട് ഈ 50 വർഷത്തിനുള്ളിൽ എനിക്ക് ദൈവം കനിഞ്ഞു തന്നൊരു വലിയ ഭാഗ്യം. മഹാരഥന്മാരൊക്കെ കണ്ട് ഞാൻ തെക്കുറിശ്ശി ചേർന്ന് ഇത് ആരംഭിച്ചതാണ്. നസീർ സാറുണ്ട്, മധു സാറുണ്ട്, KP ഉമറുണ്ട്, ശങ്കരടി സാറിൻ്റെ അടുത്തല്ലേ ആദ്യം? അതെ, ശങ്കരാടി ചേട്ടനുണ്ട്, പഴയ ആൾക്കാർ, ഗോവിന്ദൻകുട്ടി റൈറ്റർ, എനിക്ക് പറയാൻ തീരില്ല, എത്രയോ പേര്. അവരുമായിട്ടെല്ലാം ഇൻട്രാക്ട് ചെയ്യാൻ, അവരെ ചോദിക്കുമ്പോൾ ഉത്തരം പറയാനുള്ള ഒരു ശേഷി ദൈവം തന്നില്ലേ. ഹാപ്പി. ഇത് മതി. ഇനി മത്സരിച്ചങ്ങ് പാൻ ഇന്ത്യൻ അതൊന്നും പ്രശ്നമൊന്നുമില്ല. അത് ബോണ്ടൊരു പോട്ടെ. ഇത് കാണാനും ആൾ വേണ്ടേ? ആ കൂട്ടത്തിൽ ഇരുന്നോളാം. കേട്ടിട്ടുണ്ട്, ഞാൻ ജെയിംസ് ബോണ്ട് പടം ചെയ്താലും അത് കുടുംബചിത്രമായിരിക്കും, അടിയുണ്ടാവും, പാട്ടുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ കാര്യം, ഇവിടുത്തെ സംഭവയോ രാഷ്ട്രീയമായ സാമുദായികമായ ഒരു പിന്തുണയില്ലാത്ത ആളാണ് ഞാൻ. ഐ ലീവ് ഓൺ മൈ നെയിം ആൻഡ് ഐ എം പ്രൗഡ് അബൌട്ട് ഇറ്റ്. മതി. എന്നും വന്നാൽ ഇതിനപ്പുറമൊന്നും പോകാൻ പറ്റുകയില്ല. അപ്പോൾ അവർക്ക് വേണ്ടി നിൽക്കുക. ഇപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ നന്നായതുകൊണ്ടാണ് ഞാൻ ഇത്ര നീട്ടി പറഞ്ഞത്. അല്ല എപ്പോഴും നിർത്തിയാണ് ചെയ്തത്. ആ ചോദ്യങ്ങളിൽ സുഖമുള്ളൊരു മനയുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞേക്കാം, പറയാനുള്ള അവസരമുള്ളത്. ഇപ്പം നമ്മളൊരു ഷർട്ട് ഇട്ടിറങ്ങുന്നു, എവിടുന്നാ ചേട്ടാ ഇത് വാങ്ങിച്ചത്? അത് കേൾക്കാനുള്ള ഏത് മണ്ടനും ഇഷ്ടം. ഇതിനെ വലിച്ചേണ്ട ആവശ്യം എന്തത്? അത് കേൾക്കാനാണല്ലോ അതിന് മുമ്പിൽ ബോർഡ് വയ്ക്കുന്നത്. ഈ ഹ്യൂമർ സെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു വട്ടം ആളുകൾ ഒരു ഇൻ്റർവ്യൂ വളരെ ആഗ്രഹത്തോടുകൂടി ചോദിക്കുകയാണ്, ഈ കുടുംബ ക്ലബ്ബുകൾ തുടങ്ങുന്നതിന് പിന്നിലെ ഒരു ഉദ്ദേശശുദ്ധി എന്താണെന്ന്. സാറ് വളരെ കൗതുകത്തോടുകൂടി മറുപടി പറയാണ്, എൻ്റെ ആശാനെ സ്ത്രീകൾ പരസ്പരം കണ്ടുമുട്ടിയ സാരി കാണിക്കാൻ ഒരു വേദി കണ്ടത്. അതുപോലത്തെ ഹ്യൂമർ ഞാൻ കേട്ടിട്ടില്ല. സത്യമാണ്. മനുഷ്യ സമൂഹ ജീവിയല്ലേ. പിന്നെ പറയേണ്ടത് പറഞ്ഞിരിക്കണം. എങ്ങനെയുണ്ട് അണ്ണ ആരോഗ്യം എന്ന് ചോദിക്കുന്നില്ലേ? വീട്ടിൽ അമ്മയെ നോക്കണം നീ ആദ്യം. അതല്ലേ ചെയ്യേണ്ടത്. ഇനിയൊരു സിനിമ സംവിധാനം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യം അണ്ടർ കൺസ്ട്രക്ഷൻ. അതെപ്പോഴും അത് ഉണ്ടാക്കിയ കഥ മാറ്റി തന്നിരിക്കും. അങ്ങനെ വരുമല്ലോ. കൊതിയുണ്ട്. ഇപ്പോൾ ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ നായികയോട് എന്താ കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ ചോറും മെഴുക്ക് പുരട്ടിയും തൈരും ഒക്കെയാണെന്ന് പറയുന്ന ഒരു നായകൻ, അത് വളരെ റെയറാണ്, അത് വളരെ ഒറിജിനലാണ്. ഇപ്പം ചിക്കൻ മതി. ഇപ്പം ചിക്കൻ ഏത് വെറൈറ്റി കിട്ടുമെന്നോ. അപ്പോൾ ചിക്കൻ കഴിക്കാമെന്ന് പറഞ്ഞാൽ പക്ഷിപ്പനി വന്നു. ദൈവം നോക്കിക്കൊണ്ടിരിക്കില്ല എത്ര ചിക്കൻ കഴിക്കുന്നു. അപ്പോൾ നോക്കിയപ്പോഴാണ് തട്ടി കയറി പക്ഷിപ്പനി. 1,00,000 പേരെ കൊന്നിപ്പം കോഴികൾ. അപ്പോഴാണ് അവിടെ ചാൻസ് ഇല്ല വന്നപ്പോഴാണ് നാട്ടിൽ രാഷ്ട്രീയം വന്നത്. അപ്പോൾ ഇവരുടെ തല വെച്ച് രാഷ്ട്രീയക്കാരിറങ്ങി. കോഴി കാരണം ഈ കോഴി ആൾക്കാർ മറന്നുപോയത് ഒരു ബിസിനസ്സാണത്.
ഇനി സാധനം എപ്പോഴും ഇരിപ്പുണ്ട് അത് ഇവരെ കൂടെ കാണിക്കാം എന്ന് പറഞ്ഞ് അവർക്ക് ആവശ്യമുള്ള പർപ്പസിന് വേണ്ടി പറഞ്ഞ മനസ്സിലായില്ലേ കോഴിയുടെ തല വെച്ച് പടം വരുന്നത് അവസാന ചോദ്യം. അത് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലായത് ജീവിതത്തെ എങ്ങനെ സരസമായിട്ട് നേരിടണം? സരസമായിട്ടേ നേരിടാൻ പറ്റുള്ളൂ. ജീവിതത്തിന് നേരെ മുഖം തിരിച്ചു നിന്നിട്ടോ മുഖം വീർപ്പിച്ചിട്ടോ ഒരു കാര്യമില്ല. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ദാറ്റ് പീപ്പിൾ ലൈക്ക് യു. യു ക്യാൻ ലൈക്ക് മീ. എനിക്ക് ഉറപ്പാണ് ആഫ്റ്റർ ദിസ് ഇൻ്റർവ്യൂ യു ക്യാൻ ഓൺലി ലൈക്ക് മീ. ഡെഫിനറ്റ്ലി. അതിന് കോൺഫിഡൻസ് വേണം. അല്ലാത്തടത്ത് പോയി ഈ ഗോഷ്ഠിക്ക് പോയിട്ട് പണ്ടാരത്തെ പിടിച്ചിരുന്ന് സംസാരിക്കുകയില്ല, ഉള്ള സത്യം പറയത്തുമില്ല, മെനക്കേടായി എന്നും പറഞ്ഞ് ഉള്ള ക്യാമറമാനെ തെറി വിളിച്ച് പോകുന്നവരും ഉണ്ടാവും. ആ പിന്നെ അതൊക്കെ ഉണ്ട്, എത്ര തന്നെ പോകണ്ട നമുക്ക്. അപ്പം അതൊന്നും കാര്യമില്ല. ആൻഡ് ബേസിക്കലി യു ബി ഗുഡ്. അതാണ് മൂലഘടകം. ദ യൂണിറ്റ് ഓഫ് സൊസൈറ്റി ഈസ് ബേസിക് ഇൻഡിവിജ്വൽ. അവൻ നന്നായാൽ നാട് നന്നാവും. ഞാൻ റോസസ് ദ ഫാമിലി ക്ലബ് എന്ന ഫാമിലി കൂട്ടായ്മ 35 വർഷം കേട്ടോ. ഒരു വരിസംഖ്യം വാങ്ങിക്കുന്നില്ല. അതിൻ്റെ ഫൗണ്ടർ ഞാനാണ്. എൻ്റെ ഇഷ്ടത്തിനൊത്താണ് അവിടെ ആൾക്കാർ എടുക്കുന്നതൊക്കെ. അപ്പോൾ അവിടെ ഞാൻ പഠിച്ച കാര്യം ഇത്രയും കാലം അത് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി മനുഷ്യനെ ഒരുമിച്ച് കാണാതെ ജീവിക്കാൻ പറ്റത്തില്ല. ആ പ്രോസസ് ഫാമിലി ക്ലബിന് ആരുടെ കയ്യിൽ നിന്ന് ഔദാര്യം വാങ്ങിച്ചിട്ടില്ല. നോ സ്പോൺസർഷിപ്പ്, നോ ഫീ. ഒറ്റ കണ്ടീഷനുള്ളത് കുടുംബമായിട്ടേ വരാവൂ, ഒറ്റയ്ക്ക് വരരുത്. സോഷ്യൽ ഡ്രിങ്കിങ് ഇല്ല. പിന്നീട് പിന്നെ അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ ക്യാച്ച് ലൈനുണ്ട്. കുടുംബം നന്നായാൽ നാട് നന്നാവും, നാട് നന്നായാൽ കുടുംബവും നന്നാവും. ഇതാണ് എൻ്റെ ഇത് നിങ്ങൾ മുറിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം അതുകൊണ്ട് അതിലൊന്നും എൻ്റെ അടുത്ത് ആരും വാളെടുത്ത് വരണ്ട. ഞാനിവിടെ ഉണ്ട്, എനിക്ക് ഇത്രയൊക്കെ മതി. ഞാൻ തള്ളി വരാൻ പോകുന്നില്ല, ഇലക്ഷന് പോകാൻ പോകുന്നില്ല, ഒന്നുമില്ല. എൻ്റെ കാര്യം നോക്കി ഞാൻ കഴിഞ്ഞോളാം. സിനിമ കാണുമ്പോഴും ഈ പറഞ്ഞ പോലെ സാറിന് കുറേ കാലം ഒരു പവർഫുൾ റോളിൽ കണ്ടിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, 5th ജനറേഷൻ ഉൾപ്പെടെ കാത്തിരിക്കുന്നുണ്ട് പ്രതിച്ഛായ കാണാൻ വേണ്ടി. അപ്പോൾ അവരോട് എല്ലാവരോടും ആ സിനിമ എൻ്റെ ഇങ്ങനെ ഒരു മുഖം നിങ്ങൾ കണ്ടു കാണുന്നില്ല. അതെ, കണ്ടിട്ടില്ല. അത് ഞാൻ മനഃപൂർവ്വം ഒരു സാഗിയൊക്കെ മനഃപൂർവ്വം വരുത്തിയാണ്. കാരണം ഒരു മുഖ്യമന്ത്രി ലുക്ക് ഈ വിഗ് നന്നായിട്ടുണ്ട്, മനസ്സിലായില്ലേ? എനിവേ അല്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി പറയാനുള്ള വളരെ കോൺഫിഡൻഷ്യലായ ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു എന്നാലും സ്ഥലത്താണ് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേ. ഞാൻ അത് 2018 സംശയമുണ്ട്. വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് എൻ്റെ കുടുംബമായിട്ട്. എൻ്റെ കുടുംബം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ കുടുംബമായിട്ട്. എനിക്ക് ഭാര്യ 2 മക്കളൊക്കെ ഉണ്ട്, കാണാം. അപ്പോൾ 26-ാം തീയതിയാണ് അത് തിയേറ്ററുകളിൽ വരുന്നത്. തീർച്ചയായിട്ടും എല്ലാവരെയും നിയുക്ത മുഖ്യമന്ത്രി എന്ന പേരിൽ ഞാൻ തിയേറ്ററിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കണ്ടിട്ട് എന്നെ അഭിപ്രായം അറിയിക്കുക. കൊള്ളാമെന്ന് പറയുകയാണെങ്കിൽ വീണ്ടും ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. മലയാള സിനിമ ഒരുപാട് ഫിലിം മേക്കേഴ്സിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമ റിലീസായതിൻ്റെ പേരിൽ April 18 പേരിൽ ഒരുപാട് കല്യാണങ്ങൾ നടക്കുക, ഒരുപാട് ആളുകൾ കുടുംബജീവിതം ആരംഭിക്കുക, അതൊക്കെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ വലിയൊരു നേട്ടമാണ്. കൺഗ്രാജുലേഷൻസ് ഓൺ ദാറ്റ്. താങ്ക് യു. പ്ലീസ്